ചിന്താവിഷ്ടയായ അമോഘ ഇന്ന് എന്തുകൊണ്ടാണ് കൂടുതൽ ചിന്താവിഷ്ടയായിരിക്കുന്നത്? ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കുറച്ച് സഹായങ്ങളെക്കുറിച്ചൊക്കെ ഓർത്താണ് ഇന്ന് ഞാൻ ചിന്താവിഷ്ടയായിരിക്കുന്നത്. നമ്മൾ സഹായിച്ച ആളുകൾ നമ്മളിൽ നിന്നും പലപ്പോഴും അകന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടാവാം. അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായപ്പോഴോ, അവർക്കൊരു വ്യക്തിപരമായ പ്രതിസന്ധി ഉണ്ടായപ്പോഴോ, ഒരു ജോലി പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴോ, അവരുടെ കരിയറിൽ അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുള്ളപ്പോഴോ ഒക്കെ നമ്മൾ അവരുടെ കൂടെ നിന്നിട്ടുണ്ടാവാം. നമ്മൾ മണിക്കൂറുകളോളം അവരുടെ പ്രശ്നങ്ങൾ കേട്ടിരുന്നിട്ടുണ്ടാവാം. നമുക്ക് കഴിയുന്നത്രയോ നമുക്കതിൽ കഴിയുന്നതിനേക്കാളും കൂടുതലോ ഒക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ മറ്റുള്ള ആളുകൾ അവരെ പറ്റി മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളപ്പോഴും അവരങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ പതുക്കെ അകന്നു പോകുന്നു. കോൾസ് കുറയുന്നു, അല്ലെങ്കിൽ ഇല്ലാതാവുന്നു. മെസ്സേജസിൻ്റെ വാംത്ത് കുറയുന്നു, അല്ലെങ്കിൽ നോ മെസ്സേജസ്. ഒരിക്കൽ എല്ലാം നമ്മളോട് ഷെയർ ചെയ്തിരുന്ന ആളുകൾ ടോട്ടൽ സൈലൻസിലേക്ക് പോകുന്നു. പിന്നെ വേർസ്റ്റ് കേസ് സെനാരിയോ, ചിലപ്പോൾ നമ്മളെ സഹായിച്ച അതേ വ്യക്തി നമ്മളെപ്പറ്റി മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുന്നു. അങ്ങനെ പോലും സംഭവിക്കുന്ന ഇൻസ്റ്റൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കും, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ അവരെ സഹായിച്ചതാണോ എൻ്റെ തെറ്റ്? അതോ ഇനിയും അവർക്ക് ദേഷ്യം തോന്നാൻ മാത്രമുള്ള എന്തെങ്കിലും ഞാൻ അവരോട് ചെയ്തോ? അതോ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊരു ഇംബാലൻസ് ഉണ്ടാകുന്നതാണോ? ഒരാൾ സഹായം സ്വീകരിക്കുകയും ഒരാൾ സഹായിക്കുകയും ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇംബാലൻസ് ഉണ്ടോ? ഇംബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത്, അന്ന് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു ആ സഹായം, എനിക്ക് കഴിയുന്നത് ഞാൻ ചെയ്തു, അത്രയും ഞാൻ ചെയ്തുള്ളൂ. പക്ഷേ അവരുടെ മനസ്സിലൊരു അൺസ്പോക്കൺ ഫീലിംഗ് ഉണ്ടാവാം. ഈ വ്യക്തി, എന്നെ സഹായിച്ച ഈ വ്യക്തി എന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്താണല്ലോ കണ്ടത്. എനിക്ക് സഹായം ആവശ്യമുണ്ടായി എന്നുള്ള ഒരു സത്യാവസ്ഥ ഇവർക്ക് അറിയാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിലെ ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവർ കണ്ടു, ഇവരതിന്ന് ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും സ്വന്തം വൾണറബിലിറ്റി മറ്റൊരാൾ കാണുന്നത് എല്ലായ്പ്പോഴും ഒരു സുഖകരമായ കാര്യമൊന്നുമല്ല. ഇന്നത്തെ അവരുടെ അവസ്ഥയിൽ അവരൊരു കോൺഫിഡൻറ്റും സ്ട്രോങ്ങും സക്സസ്ഫുള്ളുമായിട്ടുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കാം. പക്ഷേ നമ്മളെ കാണുമ്പോഴായിരിക്കും ഒരുപക്ഷെ അവർക്ക് അവരുടെ ആ ഒരു പഴയ സിറ്റുവേഷൻ ഓർമ്മ വരുന്നത്. അവർ സഹായം ചോദിച്ച ആ ദിവസം, അവർ കരഞ്ഞ ദിവസം, അല്ലെങ്കിൽ അവർ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദിവസം, ചിലപ്പോൾ ആ ഓർമ്മയുടെ ഒരു ഭാഗമായി മാറിക്കാണും നമ്മളും. അതുപോലെ നന്ദിക്ക് പകരം ചിലപ്പോൾ വെറുപ്പ് വരുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരാളെ നമ്മൾ സഹായിച്ചു, അവർക്ക് നമ്മളോട് നന്ദി ഉണ്ടായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരു കാൽക്കുലേറ്റർ പോലെ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമല്ല. ചില ആളുകൾക്ക് സഹായം സ്വീകരിച്ചതൊരു കടപ്പാട് പോലെ തോന്നാം. അവരെന്നെ സഹായിച്ചത് കൊണ്ട് ഞാൻ ഇനിയും തിരികെ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരുടെയെങ്കിലും മുമ്പിൽ വെച്ച് ഇവർ ആ ദിവസം എന്നെ ഓർമ്മിപ്പിക്കുമോ? ബാക്കിയുള്ളവരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവുമോ? അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ഒരുപക്ഷെ അവരുടെ മനസ്സിലുണ്ടാവുമായിരിക്കും. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ലായിരിക്കാം. നിങ്ങൾ സഹായം ചെയ്തിട്ട് മറന്നിട്ടും ഉണ്ടാവാം. പക്ഷേ ആ ഒരു ഒബ്ലിഗേഷൻ അവരുടെ മനസ്സിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അതാവാം അവർ പിന്നെ കാണിക്കുന്ന ആ വെറുപ്പിൻ്റെ ഒരു റീസൺ. അതിനെ തരണം ചെയ്യാൻ അവർ കാണുന്ന ഒരു വഴിയായിരിക്കാം ഒരുപക്ഷെ സഹായിച്ച ആ വ്യക്തിയിൽ നിന്ന് അങ്ങ് അകന്നു പോവുക എന്നുള്ളത്. അവരെ സംബന്ധിച്ച് അതൊരു സൊല്യൂഷനാണ്. ഇനി മറ്റൊരു സാധ്യതയുണ്ട്. ആദ്യം നമ്മൾ സഹായിക്കുന്നു, പിന്നെയും സഹായിക്കുന്നു, രണ്ടാമതും മൂന്നാമതും നാലാമതും. പതുക്കെ നമ്മുടെ സഹായം ഒരു ഗിഫ്റ്റ് അല്ലാതെ ആകുന്നു, ഒരു എക്സ്പെക്റ്റേഷനായി മാറുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ട് സഹായിക്കുമ്പോൾ അത് വലിയൊരു കാര്യമായിരിക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു തോന്നൽ വരും, നിങ്ങൾ സഹായിക്കുമല്ലോ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് സഹായിച്ചില്ല? അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് എൻടൈറ്റിൽമെൻ്റായിട്ട് മാറുന്നത്. നമ്മളൊരു 10 പ്രാവശ്യം ഒരുപക്ഷെ അവരെ സഹായിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് യെസ് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ 11ാമത്തെ പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ പറയുന്നത് പറ്റില്ല, അല്ലെങ്കിൽ ഒരു നോ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഒരു പ്രതിച്ഛായ പെട്ടെന്നങ്ങ് അവരുടെ മനസ്സിൽ മാറും. ഇപ്പോൾ നിനക്ക് വലിയ ആറ്റിറ്റ്യൂഡാണ്, നീ മാറിപ്പോയി. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾ മാറിയതല്ലായിരിക്കാം,
നമ്മൾ ആദ്യമായി ഒരു ബൗണ്ടറി വെച്ചതായിരിക്കാം. ചില ബന്ധങ്ങളുടെ ഒരു റിയൽ നേച്ചർ അറിയണമെങ്കിൽ വലിയ ഒരു വഴക്കോ വലിയ പ്രശ്നങ്ങളോ ഒന്നും വേണ്ട. ഒരു ചെറിയ നോ പറഞ്ഞ് നോക്കിയാൽ മതി. പിന്നെ ചിലപ്പോൾ നമ്മൾ സഹായിച്ച വ്യക്തി ഒരുപാട് വളരും, അവർ വിജയിക്കും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ആക്ച്വലി. നമ്മളും ഒരു പക്ഷേ സ്വന്തമായി നമ്മുടെ സൈഡിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഒരു കാലത്ത് നമ്മൾ അവരുടെ സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നിരിക്കാം. പക്ഷെ പിന്നീട് നമ്മൾ തന്നെ പുതിയ അവസരങ്ങൾ തേടി നമ്മൾ നമ്മുടേതായ രീതിയിൽ വളർന്ന് അകലുമ്പോൾ ആ ബന്ധത്തിൻ്റെ പഴയ ഇക്വേഷൻ എവിടെയോ മാറും. നമ്മൾ ഏതെങ്കിലും കാലത്ത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഫാക്റ്റ് അവരുടെ മനസ്സിൽ നന്ദിയായി നിൽക്കുന്നതിന് പകരം ഒരു കമ്പാരിസണായി മാറുന്നത് കാണാം. അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ഒരുപക്ഷെ അവർ നമ്മൾ വളർന്നതിനെ വേറെ രീതികളിൽ ചോദ്യം ചെയ്തെന്ന് വരാം, അല്ലേ? അവർക്കെല്ലാം എളുപ്പമാണ്, അവർക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിരുന്നു, അവർക്ക് ലക്കാണ്. എത്ര പേര് കേട്ടിട്ടുണ്ട് ഈ ഒരു സെൻറ്റൻസ്? നമ്മൾക്ക് എന്തൊക്കെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും ഒരു കൂട്ടം ആളുകൾ കാണും, അല്ലേ, ഇതൊക്കെ ലക്കാണെന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലേ? എന്താണ് ശരിക്കും ലക്ക്? ലക്ക് ഹാപ്പൻസ് വെൻ പ്രിപ്പറേഷൻ മീറ്റ്സ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രിപ്പറേഷനും ഓപ്പർച്യൂണിറ്റിയും ഒന്നും മറ്റുള്ളവർ കാണണം എന്നില്ല, അല്ലേ? ഐസ്ബർഗിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗാണ് എപ്പോഴും പുറത്ത് വിസിബിൾ ആയിരിക്കുക. ഒരുപാട് പേര് ചിലപ്പോൾ മറ്റുള്ളവരുടെ വളർച്ചയെ കാണുമ്പോൾ ഇറ്റ്സ് ഓൾ ലക്ക് എന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ഓഫ് ആളുകളുണ്ട്. ആ വളർച്ചയ്ക്ക് പിന്നിൽ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാട് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കഠിനാധ്വാനം എന്താണ് എന്നുള്ളത് എല്ലാവരും ഒന്നും മനസ്സിലാക്കിയെന്ന് വരില്ല. ആൻഡ് വി ആർ വെരി ക്വിക്ക് ടു ജഡ്ജ്. വി ഈസിലി സേ, ദേ ഹാഡ് ഇറ്റ് ഈസി, അവന് ഭാഗ്യമുണ്ടായിരുന്നു എന്ന് പറയും. അങ്ങനെ പറയാൻ പ്രിഫർ ചെയ്യുന്ന ആളുകളാണ് കൂടുതലും. ഇതൊരു പക്ഷേ സ്വന്തം ഇൻസെക്യൂരിറ്റി കൈകാര്യം ചെയ്യാനുള്ള അങ്ങനെയുള്ള ആളുകളുടെ ഒരു വഴിയായിരിക്കാം. ഇങ്ങനെയുള്ള ബിഹേവിയേഴ്സ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം, തീർച്ചയായിട്ടും അത് വളരെ നല്ലതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു മോശം ബിഹേവിയർ അല്ലെങ്കിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ എക്സ്ക്യൂസ് ചെയ്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ള ഗോസിപ്പുകൾ അല്ലെങ്കിൽ ഒരു ഡിസ്റെസ്പെക്റ്റ് നമ്മൾ അനുവദിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് എല്ലാവരോടും എമ്പതി ഉണ്ടാവണം, പക്ഷേ ഒരു ബൗണ്ടറി നമ്മളും വെക്കാൻ മറക്കാതിരിക്കണം. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ ചോദിച്ചേക്കാം, അപ്പോൾ ഇനി ആരെയും നമ്മൾ സഹായിക്കണ്ടേ? മതിയോ, ഞാൻ ഈ പണി വെച്ച് കെട്ടട്ടെ? അങ്ങനെയല്ല, അല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഈ വ്ളോഗിൻ്റെ ഒരു ടേക്ക് അവേ. നമ്മുടെ ഒരു കൈൻഡ്നെസ് മറ്റുള്ള ആളുകളുടെ ബിഹേവിയർ കാരണം നഷ്ടപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരാൾ നന്ദിയില്ലാതെ പെരുമാറിയെന്നും പറഞ്ഞ് നമ്മൾ നല്ലത് ചെയ്യുന്നത് ഈ ലോകത്ത് നിർത്തണമെന്നൊന്നുമില്ല. പക്ഷേ ആ കൈൻഡ്നെസ് നമ്മൾ കാണിക്കുന്നതിനോടൊപ്പം ഒരല്പം വിവേകം, വിസ്ഡം കൂടി നമ്മൾ കലർത്തണം. സഹായിക്കൂ, പക്ഷേ സ്വയം മുഴുവനായി നഷ്ടപ്പെടുത്തി ആരെയും സഹായിക്കാൻ നിൽക്കരുത്. കഴിയുന്നത് പോലെ പറ്റുന്ന ആളുകളെ സഹായിക്കൂ, പക്ഷേ നമ്മുടെ സമാധാനം പണയം വെച്ച് സഹായിക്കരുത്. അത്രേ ഉള്ളൂ. ആരുടെയും ലൈഫിൽ ഒരു പ്രശ്നത്തിന് ഒരു പെർമനൻറ്റ് സൊല്യൂഷനൊന്നും ആകാൻ ശ്രമിക്കരുത്. ഒരാളെ എഴുന്നേക്കാൻ നമുക്കൊരു കൈത്താങ്ങ് കൊടുക്കാം, അല്ലേ? പക്ഷേ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം ജീവിതം മുഴുവൻ അവരെ ചുമന്നുകൊണ്ട് നടക്കാൻ കഴിയില്ല. അതുപോലെ എനിക്ക് പല പല സാഹചര്യങ്ങളിലൂടെ കിട്ടിയ ഒരു വലിയ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലത് ചെയ്തോളൂ, അതുകൊണ്ട് നല്ലത് തന്നെ തിരികെ കിട്ടണം എന്നൊരു എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുക. അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പിന്നെ എന്നാലും അവർ നമ്മളോട് അങ്ങനെ ചെയ്തല്ലോ എന്നാലോചിച്ച് വിഷമിക്കാനിടയാവുന്നത്. എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെച്ചില്ലെങ്കിൽ സംഗതി ക്ലീനാണ്. നന്ദി പ്രതീക്ഷിക്കാതെ സഹായിക്കൂ, അതാണ് ബെസ്റ്റ് പോളിസി. പക്ഷേ ബഹുമാനം ഇല്ലാത്ത സ്ഥലങ്ങളിൽ അകലം പാലിക്കാൻ ശ്രദ്ധിക്കൂ. കാരണം കൈൻഡ്നെസ് ഒരു വീക്ക്നെസ് അല്ല, ബൗണ്ടറീസ് ഒരു ക്രൂവൽറ്റി അല്ല, ഇറ്റ്സ് എ നെസസിറ്റി. നന്മയൊക്കെ ചെയ്യുന്നതിനിടയിൽ റിമെമ്പർ ടു ബി ഗുഡ് ടു യുവർ സെൽഫ് ഓൾസോ. ഇപ്പോൾ മനസ്സിലായല്ലോ ചിന്താവിഷ്ടയായ അമോഘയുടെ ചിന്താഭാരം എന്തായിരുന്നു എന്ന്. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ. ചിന്താവിഷ്ടയായ അമോഘ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.